Hello everyone. Now we are going to look at the poem Daddy by Sylvia Plath. Let's talk about the author Sylvia Plath. October 27, 1932 to February 11, 1963. She was an American poet, novelist, and also a short story writer. She is credited with advancing the genre of confessional poetry, the confessional poetry. Plath was clinically depressed for most of her adult life. There's a depression stage in her adult life. She killed herself in 1963. She suicided in 1963. Plath was awarded the Pulitzer Prize in Poetry in 1982 for The Collected Poems by Sylvia Plath, which was published in 1982, awarded the Pulitzer Prize. Her most important works are given below: The Colossus and Other Poems in 1960, Ariel 1965, The Bell Jar. The Bell Jar, originally published under the pseudonym Victoria Lucas in 1963. It's a semi-autobiographical poem. Now let's go through the poem Daddy. In this poem Daddy, she writes about her father after his death. ഡാഡി എന്ന് പറഞ്ഞ കവിതയിൽ സിൽവിയ പ്ലാത്ത് പറയുന്നത് അവരുടെ ഫാദറിനെ കുറിച്ചാണ്. ആ ഫാദറിൻ്റെ മരണത്തിന് ശേഷമാണ് ഫാദറിനെ കുറിച്ച് പറയുന്നത്. ദിസ് ഇസ് നോട്ട് എ ടിപ്പിക്കൽ ഒബിക്ചറി പോം. ഇതൊരു ഒബിക്ചറി പോയം ഒന്നും അല്ല. ലാമെൻറ്റിങ് ഒബിക്ചറി പോം മീൻസ് എന്താണ്? ലാമെൻറ്റിങ് ദ ലോസ് ഓഫ് ദ ലവ്ഡ് വൺ, വിഷിംഗ് ഫോർ ഹിസ് റിട്ടേൺ ആൻഡ് ഹോപ്പിംഗ് ടു സീ ഹിം അഗെയിൻ. ഒബിക്ചറി പോം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പ്രിയപ്പെട്ട ഒരാളുടെ മരണത്തിൽ എന്ത് ചെയ്യുകയാണ്? വിലപിക്കുക, അവരുടെ തിരിച്ചുവരവിന് വേണ്ടി ആഗ്രഹിക്കുക, അതുപോലെ ഇനിയും അവരെ കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച് അങ്ങനെ എഴുതുന്ന പോം ആണ് ഒബിച്വറി പോം എന്ന് പറയുന്നത്. നമ്മളുടെ കറൻറ്റ് പോം ഡാഡി എന്ന് പറയുന്നത് ഒരു ഒബിച്വറി പോം അല്ല. Rather, Plath feels a sense of relief at his departure from her life. പക്ഷേ ഇവിടെ സിൽവിയ പ്ലാത്തിന് തോന്നുന്നത് അവരുടെ ഫാദർ മരിച്ചത് ഒരു ആശ്വാസമായിട്ടാണ്. തൻ്റെ ജീവിതത്തിൽ നിന്ന് അവർ പോയത് എന്തോ ഒരു ആശ്വാസം പോലെയാണ് തോന്നുന്നത്. നമുക്ക് എന്തുകൊണ്ടാണെന്ന് പോം വായിച്ചു കഴിഞ്ഞാൽ അറിയാം. ഷീ എക്സ്പ്ലോർസ് ദ റീസൺസ് ബിഹൈൻഡ് ദിസ് ഫീലിംഗ് ഇൻ ദീസ് ലൈൻസ് ഓഫ് ദിസ് പോം. എന്തൊക്കെയാണ് കാരണങ്ങൾ നമുക്ക് പോം വായിക്കുമ്പോൾ മനസ്സിലാവും. വെൻ സ്പീക്കിംഗ് അബൌട്ട് ഹെർ ഓൺ വർക്ക്, പ്ലാത്ത് ഡിസ്ക്രൈബ് ഹെർസെൽഫ് ഇൻ റിഗാർഡ്സ് ടു ഡാഡി എക്സ്പെഷ്യലി ആസ് എ ഗേൾ വിത്ത് ആൻ ഇലക്ട്ര കോംപ്ലെക്സ്. നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ HSST എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നു. ഒരു ഗേൾ വിത്ത് ആൻ ഇലക്ട്ര കോംപ്ലെക്സ് എന്ന് പറയുന്നത്. അവരുടെ വർക്കുകളെ പറ്റിയിട്ട് തന്നെ പറയുമ്പം സിൽവിയ പ്ലാത്ത് പറയുന്നത് എന്താണ്? ഒരു ഗേൾ വിത്ത് ആൻ ഇലക്ട്ര കോംപ്ലെക്സ് എന്നാണ് പറയുന്നത്. ഡാഡി വാസ് റിട്ടൺ ഓൺ October 12, 1962, എ മന്ത് ആഫ്റ്റർ Plath had separated from her husband and moved with their 2 small children from their home in Devon to a flat or apartment in London. ഈ ഡാഡി എഴുതുന്നത് 1962 ഒക്ടോബറിലാണ്. പ്ലാത്തും അവരുടെ ഹസ്ബൻഡും സെപ്പറേറ്റഡ് ആയി. എന്നിട്ട് അവരുടെ 2 കുട്ടികളുമായിട്ട് എന്ത് ചെയ്തു? ഒരു ഫ്ലാറ്റിലേക്ക് മാറി ലണ്ടനിലെ. അവിടെ നിന്നാണ് ഈ ഒരു പോം എഴുതുന്നത്. 4 months later, Plath was dead, but she wrote some of her best poems during that turbulent period. ഇനി ഇതിൻ്റെ സമ്മറി നമുക്ക് നോക്കാം. നമ്മൾ സ്റ്റാൻസ വൈസ് ആയിട്ടാണ് സമ്മറി നോക്കുന്നത്, കാരണം ഇത് ഡീറ്റെയിൽഡ് ആണ്. സോ ഞാൻ ഓരോ സ്റ്റാൻസ പറയും, അത് നിങ്ങൾ വായിച്ചാൽ മതി. ഇൻ സ്റ്റാൻസ 1, reveal the nature of this particular father-daughter relationship. സ്റ്റാൻസ 1 നമ്മൾ കാണുന്നത് എന്താണ്? ഒരു ഫാദറും അതുപോലെ ഒരു ഡോട്ടറും തമ്മിലുള്ള ഒരു ടർബുലൻ്റ് ആയിട്ടുള്ള, അത്ര നല്ലതല്ലാത്ത, അത്ര സുഖകരമല്ലാത്ത ഒരു റിലേഷൻഷിപ്പ്. എന്താണ്? ഒരു പേടിയൊക്കെ കലർന്ന ഒരു റിലേഷൻഷിപ്പാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്.
ഒരിക്കലും അവിടെ നമുക്ക് ഈ ഒരു പോം വായിക്കുമ്പോൾ നമുക്ക് അവിടെ സ്നേഹം എന്ന് പറയുന്നത് കാണാൻ വേണ്ടി സാധിക്കില്ല. മറിച്ച് ഒരു ടേർബുലൻ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അവിടെ നമുക്ക് കാണാം. നമുക്ക് ആ ലൈൻസിൽ കൂടി ഒന്ന് പോയി നോക്കാം. ഇത് നിങ്ങൾ വായിക്കണം. അത് യു ഡു നോട്ട് ഡു എനി മോർ ബ്ലാക്ക് ഷൂ in which I have died like a fool for 30 years, poor and white, barely daring to breathe or eschew. എന്താണ് പറയുന്നത്? ദ സ്പീക്കർ കമ്പയർസ് എ ഫാദർ ടു എ ബ്ലാക്ക് ഷൂ. ഒരു ബ്ലാക്ക് ഷൂ, ഒരു കറുത്ത ഒരു ഷൂവിനോടാണ് ഈ ഫാദറിനെ സ്പീക്കർ കമ്പയർ ചെയ്യുന്നത്. It seems like a strange comparison until the third line reveals that the speaker herself has felt like a foot that has been forced to live 30 years in that shoe. എന്താണ് നമുക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കമ്പാരിസൺ ആണ്. ഈ ഫാദർ ഒരു ഷൂവും സ്പീക്കർ സിൽവിയ പ്ലാത്ത് ഒരു ഫൂട്ടും. ഈ ഫൂട്ട് എന്ത് ചെയ്യാണ്? ഈ ഒരു ഷൂവിൻ്റെ ഉള്ളിൽ ഇത്രയും കാലം ആണ് ജീവിച്ചു എന്നാണ് പറയുന്നത്. 30 years 30ഓളം വർഷത്തിൽ ഇതിൻ്റെ ഉള്ളിൽ ജീവിക്കാൻ വേണ്ടി ഫോഴ്സ് ചെയ്യപ്പെട്ടു എന്നാണ് പറയുന്നത് ആ ഷൂവിൻ്റെ അകത്ത്. The foot is poor and white because for 30 years it has been suffocated by the shoe and never allowed to see the light of the day. ഈ ഫൂട്ട് എന്ന് പറയുന്നത് ഒരുപാട് പുവറാണ്, വൈറ്റാണ്. കാരണം എന്താ? 30ഓളം വർഷമായിട്ട് ഇതിൻ്റെ അകത്ത് തന്നെയാണ്, ഈ ഷൂവിൻ്റെ അകത്ത് തന്നെയാണ്. ഒരിക്കലും പകൽ വെളിച്ചം കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല. In the last line of this stanza revealed that the speaker felt not only suffocated by her father but fearful of him as well. ഇവർ പറയുന്നത് എന്താണ്? നമുക്ക് ബാക്കിയുള്ള ലൈൻസ് വായിക്കുമ്പോൾ ഈ സ്റ്റാൻസയിലെ ലാസ്റ്റ് ലൈനൊക്കെ ആകുമ്പോൾ കാണാൻ സാധിക്കും, ഒരിക്കലും ഒരു സഫോക്കേഷൻ മാത്രമല്ല അവർ അനുഭവിച്ചിട്ടുള്ളത്, ഒരു പേടി കൂടി ഇവർ ഇതൊന്ന് അനുഭവിച്ചിട്ടുണ്ട്. In fact, she expresses that her fear of him was so intense that she was afraid to even breathe or sneeze. ഒരു തുമ്മാനോ ശ്വാസം വിടാനോ പോലും ഒരു പേടിയില്ല, അത്രമാത്രം ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒരു ഫിയർ ആയിരുന്നു ഇവർക്ക് ഇവരുടെ ഫാദറിനോട് ഉണ്ടായിരുന്നത്. ദെൻ സ്റ്റാൻസ 2 എന്താണ്? ഡാഡി, ഐ ഹാവ് ഹാഡ് ടു കിൽ യു. യു ഡൈഡ് ബിഫോർ ഐ ഹാഡ് ടൈം. മാർബിൾ ഹെവി, a bag full of gold, ghastly statue with one great toe big as a Frisco seal. The speaker reveals her own personal desire to kill her father. ഇവർക്ക് ഇവരുടെ ഫാദറിനെ കൊല്ലാനുള്ള ആഗ്രഹമാണ് ഇതിൽ പറയുന്നത്. The first line says, I have had to kill you. The next line goes on to explain that the speaker actually did not have the time to kill her father because he died before she could manage to do it. അടുത്ത ലൈനിൽ അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, എനിക്ക് നിങ്ങളെ കൊല്ലാൻ പറ്റിയില്ല, കാരണം അതിനു മുമ്പ് തന്നെ നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ മരിച്ചുപോയി. എനിക്കത് ചെയ്യാൻ കഴിയുന്നതിന് മുമ്പ് നിങ്ങൾ മരിച്ചുപോയി എന്നാണ് പറയുന്നത്. She does not make this confession regretfully or sorrowfully. അവർ ഈ ഒരു ഇത് പറയുന്നത് ഒരിക്കലും ഒരു ദുഃഖത്തോടെയോ ഒരു സങ്കടത്തോടെയൊന്നും അല്ല, ഒരു പശ്ചാത്താപത്തോടെയൊന്നും അല്ല. Rather, she calls him a bag full of gold, which suggests that her view of her father as well as her view for God was one of fear and trepidation. നമുക്ക് മനസ്സിലാവുന്നത് ഒരു പേടിയോടെ അല്ലാതെ ഇവർക്ക് ഇവരുടെ ഫാദറിനെ നോക്കി കാണാൻ സാധിക്കുന്നില്ല എന്നാണ്. She describes him as a ghastly statue with one great toe big as a Frisco seal. അവർ പറയുന്നത് എങ്ങനെയാണ് ഇവരെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്? എ ghastly statue with one great toe big as a Frisco seal. Her description of her father as a statue suggests that she saw no capacity for feeling him. അങ്ങനെ പറയാൻ കാരണം, ഒരു സ്റ്റാച്യൂവിനോടൊക്കെ ഉപമിക്കാൻ കാരണം ഫാദറിന് ഒരിക്കലും ഫീലിംഗ് എന്ന് പറഞ്ഞ ഒരു കപ്പാസിറ്റി ഞാൻ കണ്ടില്ല എന്നാണ് ഇവർ പറയുന്നത്. A Frisco seal refers to one of the sea lions that can be seen in San Francisco. Frisco seal എന്ന് പറഞ്ഞാൽ സാൻ ഫ്രാൻസിസ്കോയിൽ കാണുന്ന ഒരു സീ ലയൺ എന്നാണ്. Which when she describes that one of her toes is as big as a seal, it reveals to the reader that how enormous and overbearing her father seemed to her. അങ്ങനെ പറയുമ്പം ഇവർ പറയുന്നത് എന്താണ്? എത്രത്തോളം ഇനോമസ് ആണ്, എത്രത്തോളം വലുതാണ്, ഓവർബിയറിംഗ് ആണ് എനിക്ക് എൻ്റെ ഈ പോയറ്റിന് അവരുടെ ഫാദർ എന്നാണ്. ഹി വാസ് ഹാർഡൻഡ് വിതൗട്ട് ഫീലിംഗ്. ഒരു
കല്ലിനെ പോലെ എന്താണ് ഒരു ഫീലിങ്ങും ഇല്ലാത്ത ആളാണ് എന്നാണ് പറയുന്നത്. ആൻഡ് നൗ ദാറ്റ് ഹിസ് ഡെഡ്, ഇപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, മരിച്ചുപോയി. ഷീ തിങ്സ് ഹി ലുക്സ് ലൈക്ക് ആൻ ഇനോമസ് ഒമിനസ് സ്റ്റാച്യു, ഒരു ഇനോമസ് ആൻഡ് ഒമിനസ് സ്റ്റാച്യു ആയിട്ടാണ് അദ്ദേഹം സ്പീക്കർ അവരുടെ ഫാദറിനെ പറയുന്നത്. Then in stanza 3 what we see, and a head in the freakish Atlantic where it pours being green over blue, in the waters of beautiful Nauset I used to pray to recover you. H2. അതായത് ഹിയർ ലുക്കിംഗ് അറ്റ് ഹർ ഡെഡ് ഫാദർ ദ സ്പീക്കർ ഡിസ്ക്രൈബ്സ് ദ ജോർജിയസ് സീനറി ഓഫ് ദ അറ്റ്ലാന്റിക് ഓഷ്യൻ ആൻഡ് ദ ബ്യൂട്ടിഫുൾ ഏരിയ ഓഫ് നോസെറ്റ്. ഈ ഡെഡ് ഫാദറിനെ നോക്കിയിട്ട് ഇവർ ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്താണ്, അറ്റ്ലാന്റിക് ഓഷ്യൻ്റെ ഒരു ഭംഗിയുള്ള ഒരു സീനറി, അതുപോലെ ബ്യൂട്ടിഫുൾ ഏരിയ ഓഫ് നോസെറ്റ് ഒക്കെയാണ് ഇവർ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഹവർ ഷീ ഓൾസോ യൂസസ് ദ വേർഡ് ഫ്രീക്കിഷ് ടു പ്രിസീഡ് ഹർ ഡിസ്ക്രിപ്ഷൻസ് ഓഫ് ദ ബ്യൂട്ടിഫുൾ അറ്റ്ലാന്റിക് ഓഷ്യൻ. ദിസ് റിവീൽസ് ദാറ്റ് even though her father may have been a beautiful specimen of a human being, she knew personally that there was something awful about him. ഇതിലൂടെയൊക്കെ കാണുന്നത്, ഇതൊക്കെ വെളിപ്പെടുത്തുന്നത് എന്താണ്, ഇവരുടെ ഫാദർ ഒരു ബ്യൂട്ടിഫുൾ ഹ്യൂമൻ ബീയിങ് ആയിരുന്നെങ്കിലും എനിക്കറിയാം, ഇവർക്ക് പേഴ്സണലി അറിയാം എന്നാണ് പറയുന്നത്. എന്തോ ഒന്ന് അദ്ദേഹത്തെക്കുറിച്ച് ഓഫുള്ളായിട്ടുള്ള ഭയാനകമായിട്ടുള്ള എന്തോ ഒന്ന് ഇദ്ദേഹത്തിന് അറിയാമെന്നാണ് പറയുന്നത്. In the final 2 lines of this stanza, the speaker reveals that at one point during her father's sickness, she even prayed that he would recover. ഈ ഫൈനൽ 2 സ്റ്റാൻസയിൽ ഇവർ പറയുന്നുണ്ട്, ഇവരുടെ ഫാദറിൻ്റെ ആ ഒരു അസുഖത്തിനിടയിൽ ഇവർ ഒരിക്കലും പ്രാർത്ഥിച്ചിട്ട് പോലും ഉണ്ട്, ഇവർക്ക് ഈ അസുഖം മാറിയിരുന്നെങ്കിലെന്ന്, ഫാദർ റിക്കവറായിട്ട് വന്നിരുന്നെങ്കിലെന്ന് ഇവർ പ്രാർത്ഥിച്ചിട്ട് പോലും ഉണ്ട്. The last line of this stanza is the German phrase "O you." നമ്മൾ ഇതിൽ ലാസ്റ്റ് ലൈനിൽ കാണുന്നുണ്ട് "ek du" എന്ന് കാണുന്നുണ്ട്. അത് അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് "O you" എന്നാണ് അതിൻ്റെ മീനിങ് ഇംഗ്ലീഷിൽ. Then stanza 4. What about stanza 4? In the German tongue, in the Polish town, scraped flat by the roller of was, but the name of the town is common, my Polish friend. In stanza 4 of the Daddy, the speaker begins to wonder about a father and his origins. ഇതിൽ ഇവരുടെ ഫാദറിനെയും അവരുടെ ഒറിജിൻസിനെയും കുറിച്ചൊക്കെ അത്ഭുതപ്പെടുന്നുണ്ട്. സ്പീക്കർക്ക് അറിയാം ഇവരുടെ ഫാദർ എവിടെ നിന്ന് വന്നതാണ്, ഒരു പോളിഷ് ടൗണിൽ നിന്ന് വന്നതായിരിക്കാം, അവിടെ സംസാരിക്കുന്ന മെയിൻ ലാംഗ്വേജ് ജർമ്മനാണ്. അവർ പറയുന്നുണ്ട് എന്താണ്, ദ ടൗൺ ഹി ഗ്രൂ അപ്പ് ആൻഡ് എൻഡേർഡ് വൺ ആഫ്റ്റർ അനദർ. ആ ടൗണിലായിരിക്കാം അദ്ദേഹം വളർന്നു വന്നിട്ടുണ്ടാവുക, ഒരു വാറിന് പുറമെ ഒന്നായിട്ട് അദ്ദേഹം സഹിച്ചിരിക്കാം. അത് പക്ഷേ അവൾക്ക് എന്ത് പറ്റിയില്ല, നെവർ ബി ഏബിൾ ടു ഐഡൻറ്റിഫൈ വിച്ച് സ്പെസിഫിക് ടൗൺ ഹി വാസ് ഫ്രം, ഏത് ടൗണിൽ നിന്നാണ് എന്ന് ഇവർക്ക് മനസ്സിലായിട്ടില്ല ഇപ്പോഴും ഫാദർ, കാരണം ഒരു കോമൺ നെയിമായിരുന്നു ആ ടൗണിൻ്റെ. ഈ സ്റ്റാൻസ അവസാനിക്കുന്നത് ഒരു മിഡ് സെൻറ്റൻസിലാണ്. സ്പീക്കർ പറയുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്തു, ഞാൻ എൻ്റെ പോളക് ഫ്രണ്ടിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞു എന്ന് പറയുന്നുണ്ട്. Then stanza 5 says, there are a dozen or two, so I never could tell where you put your foot, your root, I never could talk to you, the tongue stuck in my jaw. ഇതിൽ സ്പീക്കർ ഈ സ്പീക്കർ എന്ത് പറയുന്നുണ്ട്, ഷീ ബിഗാൻ ടു എക്സ്പ്ലെയിൻ പ്രീവിയസ് സ്റ്റാൻസ ബൈ എക്സ്പ്ലെയിനിങ്. ഒരു ഫ്രണ്ടിന് ഒരു പോളക് ഫ്രണ്ടിൽ നിന്ന് മനസ്സിലാക്കി എന്ന് പറയുന്നുണ്ട്. എന്ത്, പോളിഷ് ടൗൺ, അവരുടെ ഫാദർ വന്നിട്ടുള്ളൊരു പോളിഷ് ടൗണിൻ്റെ പേര്, അതൊരു വളരെ വലിയൊരു കോമൺ നെയിമായിരുന്നു, അത് പൊതുവായൊരു പേരായിരുന്നു അത്. ഈ റീസൺ കാരണം അവർ കൺക്ലൂഡ് ചെയ്യുന്നത് എന്താണ്, ഷീ കുഡ് നെവർ ടെൽ വേർ പുട്ട് ഹിസ് ഫുഡ്, എവിടെ നിന്നാണ് ഇദ്ദേഹത്തിൻ്റെ ശരിക്കും റൂട്ട് എന്ന് എനിക്ക് അറിയില്ല എന്ന് പറയുന്നുണ്ട് ഇവർ. ഞാൻ ഫാദറിനോട് ചോദിച്ചിട്ടുമില്ല, കാരണം എന്താണ്, എനിക്ക് അദ്ദേഹത്തോട് സംസാരിക്കാൻ എന്തായിരുന്നു, പേടിയായിരുന്നു. എനിക്ക് അദ്ദേഹത്തോട് സംസാരിക്കാൻ കഴിയില്ല. ഷീ കുഡ് നെവർ ടോക്ക് ടു ഹിം, കാരണം എന്താ, ഷീ വാസ് അഫ്രൈഡ്, എനിക്ക് പേടിയാണെന്നാണ് അവർ പറയുന്നത്. അവർ പറയുന്നുണ്ട്, ദ ടങ് സ്റ്റക്ക് ഇൻ മൈ ജോ, എൻ്റെ നാവ് അനങ്ങാതെ നിൽക്കുമെന്ന് പറയുന്നുണ്ട്. എനിക്ക് സംസാരിക്കണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. It stuck in a barbed wire snare, itch. I could hardly speak.
I thought every German was you and the language obscene. ഈ സ്റ്റാൻസയിൽ അവർ പറയുന്നത് എന്താണ് ഫാദറിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ അനുഭവപ്പെടുന്നതെന്നാണ് പറയുന്നത്. ഒരു പേടി, എൻ്റെ നാവ് സ്റ്റെക്കായി പോയതുപോലെ തോന്നുക. ഇച്ച് എന്ന് ഇവിടെ പറയുന്നത് ഐ എന്നാണ്. അതായത് നമ്മൾ പറയില്ലേ മലയാളത്തിലാണെങ്കിൽ നമ്മളിപ്പോൾ ഒരാളോട് സംസാരിക്കുമ്പോൾ, നമ്മൾ ഒരാളോട് കാര്യം ചോദിക്കാൻ പോകുമ്പോൾ നമുക്ക് പേടിയുള്ള ഒരാളോടാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പറയുന്നത് ഞാൻ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത് ഐ. ഫാദറിനോട് എന്തെങ്കിലും ചോദിക്കാൻ പോകുമ്പോൾ ആ വേർഡിൽ ഇങ്ങനെ സ്റ്റെക്കായി നിൽക്കും. പിന്നീട് അവർ പറയുന്നത് എന്താണ്, എല്ലാ ജർമ്മൻ മാനും എൻ്റെ ഫാദറായിട്ടാണ് എനിക്ക് തോന്നുന്നതെന്നാണ്. കാരണം എനിക്ക് എൻ്റെ ഫാദറിനെ അവരൊന്ന് ഡിസ്റ്റിങ്ഷ് ചെയ്യാൻ മാത്രം ഒരു ഫീലിങ്ങോ ഒരു ക്ലോസ്നെസ്സോ ഒന്നും ഫാദറിനോട് തോന്നിയിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. അത് ജർമ്മൻ മാൻ അവർ ഒരിക്കലും എല്ലായ്പ്പോഴും ഫാദർ എന്താണ് ഹാർഷാണോ ഒബ്സീനാണെന്നൊക്കെയാണ് പറയുന്നത്. ദെൻ സ്റ്റാൻസ 5. An engine chopping me off like a Jew to Dachau. As with Belsen, I began to talk like a Jew. I think I may well be a Jew. The snows of Tyrol, the clear beer of Vienna are not very pure or true. With my gypsy ancestors are my weird luck. സ്റ്റാൻസ 7 പറയുന്നത്, സ്പീക്കർ പറയുന്നത് എന്താണ്, ബിഗിൻ ടു റിവീൽ ടു ദ റീഡേഴ്സ് ദാറ്റ് ഷി ഫെൽറ്റ് ലൈക്ക് എ ജ്യൂ അണ്ടർ ദ റെയിൻ ഓഫ് ജർമ്മൻ ഫാദർ. ഇനി ഫാദറിൻ്റെ റെയിനിൽ, ആ ഒരു ഭരണത്തിൽ മീൻസ് അവരുടെ ഫാദറിൻ്റെ അണ്ടറിൽ എനിക്ക് എന്താ തോന്നുന്നത്, ഞാനൊരു ജ്യൂ ആയിട്ടാണ് തോന്നുന്നത്. കാരണം ഇതൊരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള കമ്പാരിസണാണ്. കാരണം ആ ഒരു ഒപ്രഷൻ, അവരുടെ ഫാദർ അവരെ അടിച്ചമർത്തിയിരുന്ന, അവരുടെ ഫാദറിൻ്റെ കീഴിൽ അവർ സഫർ ചെയ്തിട്ടുള്ള ഒരുപാട് പെയിൻഫുള്ളായിട്ടും അസഹിഷ്ണുമായിട്ടുള്ളതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇത് അവരെ ഇങ്ങനെ തോന്നിപ്പിക്കാൻ വേണ്ടി, അതായത് ഒരു ജ്യൂസിനോട് അവരുടെ ഒപ്രഷനോട് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചത്. ഈ ഒരു കാരണത്താൽ ഫോർ ദീസ് റീസൺ ഷി സ്പെസിഫിക്കലി മെൻഷൻസ് സ്വീറ്റ്സ് എമംഗ് അതർ കോൺസെൻട്രേഷൻ ക്യാമ്പ്സ്. അവർ കൺക്ലൂഡ് ചെയ്യുന്നത് എന്താണ്, ഞാനിപ്പോൾ എന്തുപോലെയാണ് തുടങ്ങുന്നത്, ബിഗാൻ ടു ടോക്ക് ലൈക്ക് എ ജ്യൂ, ഒരു ജ്യൂ പോലെ സംസാരിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് ഞാൻ. കാരണം എന്താണ്, എല്ലാ ജർമ്മൻ ഒപ്രസേഴ്സും കാരണം എന്താണ്, ഞാൻ സൈലൻ്റായി പോയി. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് ഒരു ജ്യൂ പോലെയാണ്. പിന്നീട് അവർ കൺക്ലൂഡ് ചെയ്യുന്നുണ്ട്, ആ ഒരു ഓപ്പറേഷൻ കാരണം ഞാൻ ഇപ്പോൾ ഒരു ജ്യൂ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഞാനിപ്പോൾ എന്നെ തന്നെ കൺസിഡർ ചെയ്യുന്നത് ഒരു ജ്യൂ ആയിട്ടാണെന്നാണ് അവർ പറയുന്നത്. ആൻഡ് മൈ ടാരക് പാക്ക് ഐ മേ ബി എ ബിറ്റ് ഓഫ് എ ജ്യൂ. I have always been scared of you with your love wave, your gobbled you and your neat mustache and your Aryan eye bright blue. അതായത് Panzerman oh you. ഈ സ്പീക്കർ ഇതിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. എന്താണ്, സ്നോസ് ഓഫ് കമ്പയർസ് ജർമൻസ് ആസ് ഷി കമ്പയർസ് ദ സ്നോസ് ഓഫ് ടെറോൾ ആൻഡ് ദ ക്ലിയർ ബിയർ ഓഫ് വിയന്ന ടു ജർമൻ ഐഡിയ ഓഫ് റേഷ്യൽ പ്യൂരിറ്റി. പിന്നീട് അവർ കൺക്ലൂഡ് ചെയ്യുന്നത് എന്താണ്, ആർ നോട്ട് വെരി പ്യുവർ ഓർ ട്രൂ. ഷി കൺക്ലൂഡ്സ് ദാറ്റ് ദേ ആർ നോട്ട് വെരി പ്യുവർ ഓർ ട്രൂ. ദെൻ ദ സ്പീക്കർ കൺസിഡേഴ്സ് ഹെർ ആൻസിസ്ട്രി ആൻഡ് ദ ജിപ്സീസ് ദാറ്റ് വർ പാർട്ട് ഓഫ് എ ഹെറിറ്റേജ്. അവരുടെ ഒരു ആൻസിസ്ട്രി കൺസിഡർ ചെയ്യുമ്പോൾ ഇവർ പറയുന്നത് എന്താണ്, ജിപ്സീസും എൻ്റെ ഒരു പാർട്ടായിരിക്കാം, എൻ്റെ ഹെറിറ്റേജിൻ്റെ ഒരു പാർട്ടായിരിക്കാം. കാരണം എന്താണ്, ജ്യൂസിനെ പോലെ തന്നെ ജിപ്സീസും എന്താണ് ഒരു സിംഗിൾഡ് ഔട്ടായിപ്പോയി. നാസീസിൻ്റെ എക്സിക്യൂഷൻ കാരണം ജിപ്സീസും എന്താണ് സിംഗിൾഡ് ഔട്ടായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് എന്നെ ജിപ്സീസുമായിട്ടും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഈ ഒരു കാരണം കൊണ്ട് ആരൊക്കെയാണോ ജർമൻസ് കാരണം ഒപ്രസ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അവരൊക്കെയായിട്ട് എനിക്ക് എന്താ ചെയ്യാൻ പറ്റും, എന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. അവസാനത്തെ ലൈനിൽ പറയുന്നത്, സ്പീക്കർ എന്താ പറയുന്നത്, ഷീ ഈസ് പ്രോബബ്ലി പാർട്ട് ഓഫ് ജ്യൂസ് ആൻഡ് പാർട്ട് ഓഫ് ജിപ്സി. ജിപ്സി ആണും അതുപോലെ തന്നെ ജൂയിഷ് പാർട്ടും ആണെന്നാണ് ഇവർ പറയുന്നത്. ദെൻ സ്റ്റാൻസ 9. Not God, but a swastika, so black no sky could squeak though.
through. Every woman adores a fascist, the boot in the face, the brute heart of a brute like you. You stand at the blackboard, Daddy, and the picture I have of you, a cleft in your chin instead of your foot, but no less a devil for that, no, not any less the black man who. She admits that she has always been afraid of him. അവർ പറയുന്നത് എനിക്കെല്ലായ്പ്പോഴും നിങ്ങളെ പേടിയാണ്. അവർ പറയുന്നത് എന്താ, her father had something to do with Air Force. As that how the word left translate to English. എൻ്റെ ഫാദർ എന്ത് ചെയ്യച്ചൻ ഈ ഒരു എയർഫോഴ്സിൽ എന്തെങ്കിലും ആയിരിക്കാം. The Gobble Duke, however, is simply gibberish. This implies that the speaker feels that her father and his language made no sense of her. അവരുടെ ഫാദറും അവരുടെ ലാംഗ്വേജും ഒന്നും അവരിൽ ഒന്നും ഒരു സെൻസും ഉണ്ടാക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഇൻ ദിസ് ഇൻസ്റ്റൻസ് ഷി ഫെൽറ്റ് അഫ്രൈഡ് ഓഫ് ഹിം ആൻഡ് ഫിയർഡ് എവറിത്തിങ് അബൌട്ട് ഹിം. ഇതിൽ നമുക്ക് മനസ്സിലാക്കാം അവർക്ക് ഫാദറിനെ പേടിയാണ്, അതുപോലെ തന്നെ ആ ഫാദറിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് പേടിയാണ്. ഇതുവരെ എനിക്ക് അദ്ദേഹത്തെ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. എന്തോ പേടിക്കാനുള്ള ആരോ ആയിട്ടാണ് എനിക്ക് അവരെ തോന്നുന്നതെന്നാണ് സിൽവിയ പ്ലാത്ത് പറയുന്നത്. അവർക്ക് എന്തൊക്കെയാണ് പേടി? അഫ്രൈഡ് ഓഫ് നീറ്റ് മസ്റ്റാഷ് പേടിയാണ്, അതുപോലെ ആര്യനായി, ബ്രൈറ്റ് ബ്ലൂ ആര്യനായി ഒക്കെ പേടിയാണ്. ഈ ഐസ് ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാൻ കാരണം നാസി ഒരു സുപ്പീരിയർ റേസ് ആയിട്ടുള്ള ഒരു നാസി ആണെന്നാണ് അവർ പറയുന്നത്. ഒരു ആര്യൻ ആയിരിക്കാം വിത്ത് ബ്ലൂ ഐസ്. ഹി വാസ് സംതിങ് ഫിയേഴ്സ് ആൻഡ് ടെറിഫൈങ് ടു ദ സ്പീക്കർ. പേടിക്കാനുള്ള ആരോ ആണ്, നാസീസുമായിട്ട് ക്ലോസ്ലി അസോസിയേറ്റ് ചെയ്ത ആരോ. സ്പാൻസർ മാം എന്ന് പറയുമ്പം ഒരു ജർമ്മൻ ടാങ്ക് ഡ്രൈവറാണ്. സോ ഈ ഒരു ഇത് കണ്ടിന്യൂ ചെയ്യുന്നത് അവരും അവരുടെ ഫാദറും നാസിയും തമ്മിലുള്ള ഒരു കമ്പാരിസണോടെയാണ്. ദെൻ സ്റ്റാൻസ 10, നമ്മൾ നേരത്തെ വായിച്ച സ്റ്റാൻസ 10 പറയുന്നത് ഫാദറിനെ ദൈവത്തോട് ഉപമിക്കുന്നുണ്ട്. ഗോഡ് ആസ് ആൻ ഹ്യൂമിനസ് ആൻഡ് ഓവർബിയറിംഗ് ബട്ട് ബീയിങ് ഹു ക്ലൗഡ്സ് എ വേൾഡ്. This is why she describes her father as a giant black swastika that covers entire sky. Third lines of this stanza begins a sarcastic description of women and men like her father. ഒരു സർക്കാസ്റ്റിക് ഡിസ്ക്രിപ്ഷൻ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഒരു മെന്നും വുമണും അവരുടെ ഫാദറിനെ പോലെ അവർ സ്മോക്കിങ്ങിൽ കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട്. എവറി വുമൺ adores a fascist and then begins to describe the violence men like her father. അവർ പറയുന്നുണ്ട്, ഒരു ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് അവരുടെ ഫാദറിനെ പോലെ തന്നെ വയലൻസ് ഉള്ള ആളുകളെ, മെന്നെ കുറിച്ച്. ഷീ കോൾസ് യൂസസ് ദ വേർഡ് ബ്രൂട്ട് 3 times. അവർ ബ്രൂട്ട് എന്ന വേർഡ് ഇവിടെ 3 തവണ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ദീസ് ലൈൻസ് were not written in jest. She clearly believes that women for some reason or another tend to fall in love with violent brutes. Then stanza 11 പറയുന്നത്, beat my pretty red heart in two. I was 10 when they buried you. At 20 I tried to die and get back to you. I thought even the bonds would do. അതായത് സ്പീക്കർ പറയുന്നത് അവരുടെ ഫാദർ ആരായിരിക്കാം? മേ ബി ഒരു ടീച്ചർ ആയിരിക്കാം. ഒരു ടീച്ചർ ആയിരിക്കാം. ഹി മേ ബി എ ടീച്ചർ. ഒരു ബ്ലാക്ക് ബോർഡിൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു ടീച്ചർ. എന്താ ഓതറിൻ്റെ ഫാദർ പറയുന്നത് എന്താണ്? ഇൻഫാക്റ്റ് ഓതറിൻ്റെ ഫാദർ എന്തായിരിക്കാം? ഇൻഫാക്റ്റ് എ പ്രൊഫസർ. ആൻഡ് ദിസ് ഇസ് ഹൗ ദ സ്പീക്കർ വ്യൂസ് ഹെർ ഫാദർ. ഷീ ക്യാൻ സീ ദ ക്ലെഫ്റ്റ് ഇൻ ഹിസ് ചിൻ ആൻഡ് ഷീ ഇമാജിൻസ് ഹിം സ്റ്റാൻഡിങ് അറ്റ് ദ ബ്ലാക്ക് ബോർഡ്. അവരുടെ ചിന്നിൻ്റെ മുകളിൽ എന്തുണ്ട്? ഫാദറിൻ്റെ ചിന്നിൻ്റെ മുകളിൽ ക്ലെഫ്റ്റ് ഉണ്ടെന്ന് ഇവർ ഇമാജിൻ ചെയ്യുകയാണ്. ഷീ ഡിസ്ക്രൈബ് ദാറ്റ് ക്ലെഫ്റ്റ് that his in his chin should really be in his foot. This simply means that she views her father as a devil himself. The devil is often characterized as an animal with cleft feet, and the speaker believes he wears his cleft in his chin rather than in his feet. Devil എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ഇവർ ഇതൊന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ സിൽവിയ പ്ലാത്ത് ഇവരുടെ ഫാദറിനെ കാണുന്നത് ഒരു ഡെവിളായിട്ടാണ്. ഡെവിൾ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്ന എന്തായിട്ടാണ്? ഒരു ആനിമൽ വിത്ത് ക്ലെഫ്റ്റ് ഫുട്ട്. സ്പീക്കർ പറയുന്നത് എന്താണ്? ഫാദർ എന്ത് ചെയ്തിട്ടുണ്ട്? ഹി വിയേഴ്സ് ഹിസ് ക്ലെഫ്റ്റ് ഇൻ ഹിസ് ചെയിൻ റാദർ ദാൻ ഹിസ് ഫീറ്റ്.
Here, description of her father as a black man does not refer to skin color, but rather to the darkness of the soul. സ്പീക്കർ അവരുടെ ഫാദറിനെ ഡാർക്ക് മാൻ, ബ്ലാക്ക് മാൻ എന്ന് പറയുന്നുണ്ട്. അത് ഒരിക്കലും സ്കിൻ കളർ ബേസ് ചെയ്തിട്ടല്ല, പക്ഷെ അവരുടെ ആത്മാവിൻ്റെ ആ ഒരു ഡാർക്ക്നെസ് ഉദ്ദേശിച്ചുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. This stanza ends with a word who because the author breaks the stanza in mid-sentence. അടുത്ത സ്റ്റാൻസയിൽ പറയുന്നത് but they pulled me out of the sack and they stuck me together with glue and then I knew what to do. I made a model of you, a man in black with a melancholy look. ഇതിൽ പറയുന്നത് ഷീ റിവീൽസ് ഹർ ഫാദർ ഹാസ് ബ്രോക്കൺ ഹർ ഹാർട്ട്. എൻ്റെ ഫാദർ, അതിന് മുമ്പ് നമ്മൾ വായിച്ചതിനും കൂടി പറയാണ്, ഫാദർ എന്ത് പറയാണ്, എൻ്റെ ഹാർട്ട് എന്ത് ചെയ്തു, ഓതർ പറയുന്നത് എൻ്റെ ഹാർട്ട് എന്ത് ചെയ്തു, ഒരു ബ്രേക്ക് ചെയ്തു. ഈവൻ ദോ ഹി വാസ് ക്രൂവൽ, ഞാൻ ഒരിക്കലും ഇദ്ദേഹം ഫാദർ എന്താണ് ക്രൂവലാണെങ്കിലും സഹിക്കാൻ പറ്റാത്ത ആളാണെങ്കിലും ബ്രൂട്ടാണെങ്കിലും ഒക്കെ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു പോയിന്റിൽ ഞാൻ എന്ത് ചെയ്തിരുന്നു, ആ ഫാദറിനെ ഇഷ്ടപ്പെട്ടിരുന്നു എന്നാണ് പോയിട്ട് പറയുന്നത്. ലവ്ഡ് ഹിം ഡിയർലി. ഒരു ഫാദർ, ഞാൻ കുട്ടിയായിരുന്നപ്പം എനിക്ക് അവരുടെ ക്രൂവൽറ്റി, ഫാദറിൻ്റെ ക്രൂവൽറ്റിയെ മറികടന്നുകൊണ്ട് അദ്ദേഹത്തെ സ്നേഹിക്കാൻ വേണ്ടി സാധിച്ചിരുന്നു. ആസ് എൻ അഡൾട്ട് ഹൗ ഷീ കനോട്ട് ഷീ പാസ് ദീസ് വൈസസ്. അടുത്ത സ്റ്റാൻസയിൽ പറയുന്നത് നമ്മൾ നേരത്തെ വായിച്ചു, ബട്ട് ദേ പുൾഡ് ഔട്ട് ഓഫ് ദ സാക്ക് എന്ന് പറഞ്ഞു. അതായത് ഈ സ്പീക്കർ സൂയിസൈഡിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അതിൽ വിജയിക്കുന്നില്ല. ട്രൈ ചെയ്തെങ്കിലും അവരതിൽ വിജയിക്കുന്നില്ല എന്നാണ് പറയുന്നത്. കാരണം അവരെന്നെ കണ്ടുപിടിച്ചു, ആൾക്കാരൊക്കെ കൂടി എന്നെ രക്ഷിച്ചു എന്നായിരിക്കും അവർ പറയുന്നത്. ഈ സമയത്താണ് അവർക്കൊരു റെവലേഷൻ എക്സ്പീരിയൻസ് ചെയ്തത്. അവരെന്ത് ചെയ്തു, വിചാരിച്ചു എനിക്കെൻ്റെ ഫാദറിനെ റീക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് തന്നെ അവർ ഫാദറിനെ പോലെ ഒരു മനുഷ്യനെ കണ്ടുപിടിച്ച് കല്യാണം കഴിച്ചു എന്നാണ് പറയുന്നത്. ഇവിടെ വർക്കായിട്ടുള്ളത് ഫ്രൂയിഡിൻ്റെ ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറഞ്ഞിട്ടുള്ള തിയറിയാണ്. ഈഡിപ്പസ് കോംപ്ലക്സ് അല്ലെങ്കിൽ ഇലക്ട്ര കോംപ്ലക്സ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് ഫാദറിനോട് മകൾക്ക് തോന്നുന്ന അട്രാക്ഷനും അതുപോലെ മദറിനോട് മകന് തോന്നുന്ന അട്രാക്ഷനും അങ്ങനെയൊക്കെയാണ്. ആദ്യം പറഞ്ഞത് ഇലക്ട്ര കോംപ്ലക്സ്, ദെൻ ദ സെക്കൻഡ് വൺ ഈസ് ഈഡിപ്പസ് കോംപ്ലക്സ് എന്നാണ് പറയുന്നത്. അങ്ങനെ അവർ ഒരു ഫാദറിനെ പോലെ ഒരാളെ കണ്ടുപിടിച്ചു. ഇറ്റ്സ് എ മാൻ ഇൻ ബ്ലാക്ക് വിത്ത് എ മെയിൻകാംപ് ലുക്ക്. മെയിൻകാംപ് എന്ന് പറയുന്ന മൈ സ്ട്രഗിൾ എന്നാണ് പറയുന്നത്, ഒരു ഹിറ്റ്ലറെ പോലെ ഒരു മനുഷ്യൻ. അടുത്ത സ്റ്റാൻസയിൽ പറയുന്നത് ആൻഡ് എ ലവ് ഓഫ് ദ റാക്ക് ആൻഡ് സ്ക്രൂ ആൻഡ് ഐ സെഡ് ഐ ടു സോ ഡാഡി ഐ എം ഫൈനലി ത്രൂ ദ ബ്ലാക്ക് ടെലിഫോൺ ഓഫ് അറ്റ് ദ റൂട്ട് ദ വോയിസസ് ജസ്റ്റ് കാൺട്ട് വാം ത്രൂ. ഇതിൽ പറയുന്നത് എന്താണ്, ഇഫ് ഐ ഹാവ് കിൽഡ് വൺ മാൻ ഐ ഹാവ് കിൽഡ് ടു. ദ വാമ്പയർ ഹു സെഡ് ഹി വാസ് യു and drank my blood for a year. The 7 years. If you want to know, Daddy, you can lie back now. ഇതിൽ പറയുന്നത് എന്താണ്, ഞാൻ എന്ത് ചെയ്തു, ടോർച്ചർ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷീ റിവീൽസ് ദാറ്റ് ദ മാൻ ഷീ മാരീഡ് എൻജോയ് ടു ടോർച്ചർ. ഞാൻ മാരി ചെയ്ത മനുഷ്യൻ എന്ത് ചെയ്യുന്നുണ്ട്, എന്നെ ടോർച്ചർ ചെയ്യുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നുണ്ട്. അതുപോലെ തന്നെ അതുകൊണ്ടാണ് അവർ പറയുന്നത് ലവ് റാക്ക്, ഹിം ആസ് ഹാവിങ് എ ലവ് ഓഫ് റാക്ക് ആൻഡ് എ സ്ക്രൂ. എന്നിട്ട് ഇവർ പറയുന്നുണ്ട് ആൻഡ് ഐ സെഡ് ഐ ഡു എന്ന് പറയുന്നുണ്ട്. എന്താണ് അവർ പറയുന്നത്, ഷീ ടെൽസ് എ ഫാദർ ദാറ്റ് ഷീ ഈസ് ത്രൂ. ദിസ് മീൻസ് ദാറ്റ് ഹാവിങ് റീക്രിയേറ്റഡ് എ ഫാദർ. ഞാൻ എൻ്റെ ഇങ്ങനെ ഒരു മനുഷ്യനെ മാരി ചെയ്തതിലൂടെ ഞാൻ എൻ്റെ ഫാദറിനെ റീക്രിയേറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കിനി എൻ്റെ ഫാദറിൻ്റെ മരണത്തിൽ ഒരിക്കലും സങ്കടപ്പെടേണ്ട കാര്യം ഇല്ല എന്നാണ് പറയുന്നത്. അങ്ങനെ അവരുടെ റിലേഷൻഷിപ്പ് ഒരു ഫോൺ കോളിലൂടെ എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാണ്. ഇപ്പോൾ എന്നേക്കുമായിട്ട് അവർ ആ കോള് എൻഡ് ചെയ്തു എന്നാണ് അവർ പറയുന്നത്. അടുത്ത സ്റ്റാൻസ നമ്മൾ വായിച്ച പോലെ ഇവർ പറയുന്നത് എന്താണ്, ഞാൻ ഇപ്പോൾ 2 മനുഷ്യന്മാരെ കൊന്നു. ഒന്ന് അവരുടെ ഹസ്ബൻഡാണ്, നമുക്ക് റെഫർ ചെയ്യാം. അവരുടെ ഹസ്ബൻഡിനെ ഇവർ പറയുന്നത് വാമ്പയർ ആയിട്ടാണ്, ഒരു ഫാദറിനെ പോലെ തന്നെ ഒരു വാമ്പയറാണ് ഹസ്ബൻഡ് എന്നാണ് ഇവർ പറയുന്നത്.
he was not just like her father. In fact, he drained the life from her. ഫാദറിനെ പോലെയല്ല മുഴുവനായിട്ടും, പക്ഷെ അയാൾ എന്ത് ചെയ്തു? എൻ്റെ ജീവൻ എന്നിൽ നിന്ന് ഊറ്റിയെടുത്തു. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ ഒരു വാമ്പയർ എന്ന് പറയുന്നത്, എൻ്റെ ചോര കുടിക്കുന്ന ഒരു വാമ്പയർ എന്ന് പറയുന്നത്. ദെൻ ദ ലാസ്റ്റ് stanza, there is a stack in your fat black heart and the villagers never liked you. They are stancing and stamping on you. They always knew it was you. Daddy, daddy, you bastard, I threw. ഇതിൽ പറയുന്നത് ഫാദർ എന്താ ഇപ്പോൾ മരിച്ചുപോയി എന്നാണ് പറയുന്നത്. എന്നെ വാമ്പയർ പോലെ എന്നെ എന്ത് ചെയ്തിരുന്നു? ടോർച്ചർ ചെയ്തിരുന്നു. എന്താണ് പറയുന്നത്? ക്ലെയിം ദാറ്റ് ഷീ മസ്റ്റ് കിൽ ഹർ ഫാദർ. ഒരു വാമ്പയറിനെ കൊല്ലുന്നത് പോലെ തന്നെ എനിക്ക് എൻ്റെ ഫാദറിനെ കൊല്ലണം എന്ന് ഉണ്ടായിരുന്നു. ഇറ്റ്സ് ടേക്ക് ടു ദ ഹാർട്ട്. പിന്നെ അവർ പറയുന്നത് എന്താണ്? വില്ലേജേഴ്സ് ഒന്നും നിങ്ങളെ ഇഷ്ടപ്പെടുന്നില്ല. കാരണം എന്താ? അതുകൊണ്ട് തന്നെ, നിങ്ങളെ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും? നിങ്ങളെ ഗ്രാവിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യും? ഡാൻസ് ചെയ്യും. ദ സ്പീക്കർ സേസ് ദാറ്റ് ദ വില്ലേജേഴ്സ് ഓൾവേസ് ന്യൂ ഇറ്റ് വാസ്. എല്ലാ വില്ലേജേഴ്സിനും അറിയാം നിങ്ങളെന്താണെന്നും ആരാണെന്നും ഒക്കെ അറിയാം. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് പീപ്പിൾ അറൗണ്ട് ദം ഓൾവേസ് സസ്പെക്റ്റഡ് ദാറ്റ് ദർ വാസ് സംതിങ് ഡിഫറെൻറ്റ് ആൻഡ് മിസ്റ്റീരിയസ് അബൌട്ട് ഹർ ഫാദർ. നിങ്ങളെക്കുറിച്ച് എന്തൊക്കെയോ നിഗൂഢമായ, മിസ്റ്റീരിയസ് ആയ എന്തൊക്കെയോ ആൾക്കാർക്കെല്ലാം അറിയാം. ഫൈനൽ ലൈനിൽ സ്പീക്കർ പറയുന്നത്, father that she is through with them. He has been dead for years. It is clear that her memory with him caused her great grief and struggle. ഫാദർ മരിച്ച് ഇത്രയാണെങ്കിലും ഇവരുടെ ഈ ഒരു ഫാദറിൻ്റെ മെമ്മറി ആലോചിക്കുമ്പോൾ തന്നെ ഇവരിലുണ്ടാകുന്ന എന്താണ്? ഒരു ഗ്രീഫാണ്, ഒരു സ്ട്രഗിളൊക്കെയാണ് ഇവർക്ക് ഓർമ്മ വരുന്നത്. സ്പീക്കർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. സ്പീക്കർ വാസ് അൺഏബിൾ ടു മൂവ് വിത്തൗട്ട് അക്നോളജിങ് ഫാദർ വാസ് ഇൻ ഫാക്ട് എ ബ്രൂട്ട്. വൺസ് ഷീ വാസ് ഏബിൾ ടു കം ഇൻ ടേംസ് വിത്ത് വാട്ട് ഹി ട്രൂലി വാസ്, ഷീ വാസ് ഏബിൾ ടു ലെറ്റ് ഹിം സ്റ്റോപ്പ് ടോർച്ചറിങ് ഹെയർ ഫ്രം ഗ്രേവ്. ഇത്രയാണ് ഈ ഒരു പോയത്തിൽ വരുന്നത്. ഇനി നമുക്കിതിൻ്റെ തീം നോക്കാം. ഒപ്രസീവ് നാച്ചർ ഓഫ് എ ഫാദർ ഡോട്ടർ റിലേഷൻഷിപ്പ്, ഫ്രീഡം ഫ്രം ഒപ്രഷൻ. ദെൻ ദ സ്ട്രക്ചർ, ദ മീറ്റർ ഈസ് റഫ്ലി tetrameter, 4 beats, but also uses pentameter with a mix of stress. Then about language, the poem is full of surreal imagery and allusion interspersed with scenes from the poet's childhood and a kind of dark cinematic language that borrows from nursery rhyme and song lyric. Every so often German is used, reflecting the fact that Plath's father Otto was from Germany and must have spoken in this language to Sylvia in her childhood. Then the questions ഞാൻ വേറെയും തന്നിട്ടുണ്ട്. സോ ഇത് വായിക്കുക, പഠിക്കുക. ഇത്രയാണ് ഈ ക്ലാസ്. താങ്ക് യു.